പശ്ചിമേഷ്യൻ സംഘർഷം ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധം ആഗോള സാമ്പത്തിക മേഖലയെയും ജനങ്ങളെയും സാരമായി ബാധിച്ചു. നിലവിൽ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ല. ഇന്ത്യ യുദ്ധത്തിനെതിരെ ഒറ്റക്കെട്ടായി സന്ദേശം നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം ആശങ്കാജനകമാണെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമായതിനാൽ നിലവിൽ പ്രതിസന്ധി കുറവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുദ്ധം നടക്കുന്ന മേഖലയിലെ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് മികച്ച വ്യാപാര ബന്ധമുണ്ട്. 1 കോടിയിലധികം ഇന്ത്യൻ പൗരന്മാർ മേഖലയിലുണ്ടെന്നും 3,70,000 പൗരന്മാർ സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. पश्चिम एशिया में चल रहे संघर्ष और इसकी वजह से भारत के सामने आई चुनौतियों पर बात रखने के लिए उपस्थित हुआ हूं। इस समय पश्चिमी एशिया की हालत चिंताजनक है। बीते 2-3 हफ्तों में जयशंकर जी ने और हरदीप पुरी जी ने इस विषय पर सदन को जरूरी जानकारी दी है। अब इस संकट को 3 सप्ताह से ज्यादा हो रहा है. യുദ്ധത്തിനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി സന്ദേശം നൽകുന്നുണ്ട്. വിവിധ രാഷ്ട്രതലവന്മാരുമായി സംസാരിച്ചതായും മോദി പറഞ്ഞു. രാജ്യത്തേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്ന മേഖലയിലാണ് പ്രശ്നം നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കത്തിൽ തടസ്സം നേരിട്ടതോടെ LPG വിതരണത്തിൽ ഗാർഹിക ഉപയോഗത്തിന് പ്രാധാന്യം നൽകി നിയന്ത്രണം ഏർപ്പെടുത്തി. പെട്രോൾ ഡീസൽ വിതരണത്തിൽ പ്രതിസന്ധിയില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ശേഖരണശേഷി വർദ്ധിപ്പിച്ചു. ഇന്ത്യ നേരത്തെ 27 രാജ്യങ്ങളിൽ നിന്ന് ഊർജ്ജ ഇറക്കുമതി ചെയ്തിരുന്നു. ഇപ്പോൾ അത് 41 രാജ്യങ്ങളിൽ നിന്നായി വർദ്ധിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.